ഗുഡ് മോർണിംഗ്. എടാ ഫൽഗു, ട്രെയിൻ വന്നിട്ട് എത്ര നേരമായിന്നറിയോ? എഴുന്നേക്കണമെന്നില്ല നിനക്ക്? ട്രെയിനിന് പങ്ക്ച്വാലിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്കുണ്ടല്ലോ. നീ ഒന്ന് വിളിക്കുമെന്ന് അറിയാവുന്നോണ്ടാ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ കിടന്നുറങ്ങിയത്. മുംബൈയിൽ പോയപ്പോഴെങ്കിലും മാറുമെന്ന് വിചാരിച്ചു. എവിടെ പോയാലും ബെസ്റ്റ് ക്വാളിറ്റീസ് മാറ്റാൻ പറ്റുമോ കില്ലർ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കില്ലർ, നീ കാര്യം വിട്ടി പറഞ്ഞില്ലേ? സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഗിറ്റാർ പ്ലേ ചെയ്യുന്ന അത്ര ഈസി അല്ല മോനെ. നീ പറഞ്ഞോ ഇല്ലെന്ന് പറയടി, ഇല്ലെങ്കിൽ ഞാൻ ഇതേ ട്രെയിനിൽ തിരിച്ചു പോകും. ശരിയടാ. ആ ഇറങ്ങിക്കേ. ഇവിടെ എന്തിനാടി? സെമന്ത മലർവാടി മെൻസ് ഹോസ്റ്റൽ. വീക്ക്ലി ട്വൈസ് എഗ്, എവറി സൺഡേ ചിക്കൻ, മന്ത്ലി 4500. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അങ്കിൾ ഒബ്ജക്ട് ചെയ്താ ഇനി മുതൽ നീ ഇവിടെ ആടാ. അപ്പൊ നീ ഇതുവരെ പറഞ്ഞില്ലേ? പറഞ്ഞില്ല. പറഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്യാം. ചാടിപ്പോവാൻ നോക്കണ്ട. എടി, നിക്ക്. അങ്കിളിന് നീ വന്ന കാര്യം അറിയാം. അയ്യോ, പിന്നെ ചോദിക്കണ്ടേ എന്തിനാ അവനെ വിട്ടത്? എന്താ അവൻ ചെയ്തത്? എന്താ ഇത്? അവൻ വീട്ടിലേക്ക് വന്ന് കയറിയ ഉടനെ തന്നെ ഇങ്ങനെ തുടങ്ങിയാലോ? MBA പഠിക്കാൻ വിട്ടിട്ട് പഠിക്കാതെ ഇവൻ എന്താ ചെയ്തെന്നറിയോ? തോളിലൊരു ഗിറ്റാറും തൂക്കി വന്നേക്കുന്നു. ശരിക്കും മ്യൂസിക് ഒരു കരിയറാ. നാളെ മോൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നീ എന്താ പറയാ? ബാൻഡ് മേളക്കാരനാന്ന് പറയോ? അവൻ ഞാൻ പറഞ്ഞ പോലെ പഠിച്ചിരുന്നെങ്കിലോ? നല്ല ജോലിയും കൈ നിറയെ ശമ്പളവും ലൈഫിനൊരു സെക്യൂരിറ്റി ആവില്ലേ? ശരിയമ്മേ, നിങ്ങൾ പറഞ്ഞ പോലെ പഠിച്ചിരുന്നെങ്കിൽ ലൈഫ് നന്നാവുമായിരുന്നു. എന്നാ ഞാൻ ആഗ്രഹിക്കുന്ന ചെയ്താലേ ഞാൻ നന്നാവുള്ളൂ. കേട്ടല്ലോ, തോന്നിയ പോലെല്ലാം ചെയ്തു വന്നിട്ട് എനിക്ക് അവൻ ഗീതോപദേശം തരുന്നു. ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ? അങ്ങനെയൊന്നല്ല അങ്കിൾ, ഇപ്പൊ മ്യൂസിക്കിന് നല്ല ഫ്യൂച്ചർ ഉണ്ട്. എന്താ മോളെ ഇത്? എപ്പോഴും നീ ഫ്രണ്ടിനെ മാത്രം സപ്പോർട്ട് ചെയ്യുമ്പോ അങ്കിളിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അങ്കിൾ ഇവിടെ ഇരുന്നേ. അങ്കിള് പറയുന്നതിലും കാര്യമുണ്ട്. അവൻ പഠിക്കാത്ത തെറ്റ് തന്നെയാ. എങ്കിലും അങ്കിളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓൾറെഡി നമ്മൾ ആരും അറിയാതെ അവൻ മ്യൂസിക് പഠിച്ചു പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ കാര്യത്തില്, അവന്റെ ടാലന്റിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവന്റെ ലൈഫ് സെറ്റിൽ ആകുന്നത് വരെ ആ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക്. നിന്റെ ഇഷ്ടം. നല്ലൊരു താങ്ക്സ് പറഞ്ഞേ. പോയി പണി നോക്കടി. കൊല്ലാടോ നിന്നെ. ചെന്ന് കുളിച്ചിട്ട് വാ, വല്ലതും കഴിക്ക്. അമ്മേ, എനിക്ക് അവാർഡ് കിട്ടിയ ആദ്യം അമ്മയുടെ പേരായിരിക്കും പറയുന്നത്. പോടാ. ഗന്ധമു പുയ്യരുക, പന്നീരു ഗന്ധമു പുയ്യരുക, అందమైన యదునందనుపై, అందమైన యదునందనుపై, కుందరదన నిరువందక పరిమళ, తక్క ధిమ్మి తక్క జణు. మాలതി, ముద్ర നേരെ കാട്ടു. തക്ക ധിമ്മി തക്ക ജണു, തക്ക ധിമ്മി തക്ക ജണു, തക്ക ധിമ്മി തക്ക. ചന്ദു പറയുന്നത് നീയാണോ? നീ എപ്പോഴും ലേറ്റ് ആയിട്ടാ വരുന്നല്ലേ? നീ വന്ന ടീച്ചർ ഇവിടെ ഇരിക്കാനാ പറഞ്ഞേക്കുന്നേ. എന്തിന്? ഏതോ മ്യൂസിക് ഓഡീഷന് പോവാനുണ്ടെന്ന്. മ്യൂസിക് ഓഡീഷനോ? ദൈവമേ, മറന്നുപോയല്ലോ. അവിടെ ഇവിടെ നടക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സിഗരറ്റ് വലിക്കരുത്. ഇതും നിന്റെ ടീച്ചർ പറഞ്ഞതാണോ? കോമൺ സെൻസ്. എടി കുട്ടി തേവാങ്കെ, ഡാൻസ് പ്രാക്ടീസ് ചെയ്യാതെ നീ എന്താടി ഇവിടെ വന്നിരിക്കുന്നത്? വായാടി. ഞാനും നിന്നെ പോലെ ലേറ്റ് ആയിട്ടാ വന്നേ. സ്ട്രിങ്സ് എല്ലാം കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഫ്ലെക്ടർ എടുത്തിട്ടുണ്ടല്ലോ. നിനക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ല അവരെ ചോദിക്കുന്ന പ്ലേ ചെയ്യണം. ഡോണ്ട് ഗെറ്റ് ടെൻസ്, ബി കൂൾ, ഓക്കേ? ഏയ്, ഒന്ന് ഓഫ് ചെയ്യാമോ നിന്റെ FM റേഡിയോ? ഫസ്റ്റ് ടൈം സ്കൂളിൽ പോണ പിള്ളേരോട് പോലും ആരും പറയാറില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ അധികം ഗിറ്റാർ പ്ലേയേഴ്സ് ഒന്നും വരാൻ പോകുന്നില്ല കില്ലാർ. ഈ ഓഡീഷനിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ സെലക്ട് ആയിരിക്കും, നോ ഡൗട്ട്. എന്താടാ ഇത്? അല്ലടാ, അധികം ആരും വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞിട്ട്
ഞാനൊരാൾ മാത്രം വന്നിട്ട് ഞാൻ തന്നെ സെലക്ട് ആയാലോ, അതിലെന്താ ഒരു ത്രില്ലുള്ളത്? ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് ഞാൻ സെലക്ട് ആവുന്നതല്ലേ എന്റെ ടാലന്റ്. സോറി. നിങ്ങൾ വന്നിരിക്കുന്ന മ്യൂസിക് ഓഡീഷൻ ആണ്, ബോക്സിംഗ് ഓഡീഷൻ അല്ല. സർ, ഇവ മാനേഴ്സിലല്ല സംസാരിച്ചത്. Nothing doing. All of you get out. സർ, ഞാൻ I don't want to listen to anyone. Security. ആദ്യം ഇതൊന്ന് നിർത്താൻ പറ്റുമോ? നീ ദേഷ്യപ്പെടുന്നത് ഇതിനാണോ അതോ അതിനാണോ? രണ്ടിനും വേണ്ടിട്ട്. നമ്മൾ എന്തിനാ വന്നത്? നീ എന്താ ചെയ്തത്? അവിടെ തെറ്റ് ചെയ്തത് ഞാനാ. നീ ആരാ വലിയ ഫയൽമാനോ? അവനെ തല്ലി അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണമായിരുന്നോ? ഇങ്ങനത്തെ വിഷയങ്ങൾ ലൈറ്റ് ആയിട്ട് എടുക്കണോടാ. ഏയ് കില്ലർ, നിന്റെ വിഷയങ്ങളൊന്നും എനിക്ക് ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഡിഷൻ തന്നെ സെലക്ട് ആയി അങ്കിളിനെ ഇംപ്രസ് ചെയ്യാന്ന് വിചാരിച്ചു. പോട്ടടി, AR റഹ്മാന്റെ അടുത്ത് നിന്ന് ചാൻസ് മിസ് ആയ പോലെ വെറുതെ ഫീൽ ആവുന്ന എന്തിനാ? AR റഹ്മാനോ ഇളയരാജോ എന്നുള്ളതല്ല, ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ആയത്. ഒരു മ്യൂസിഷ്യന് ടാലന്റ് പ്രൂവ് ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ആവശ്യമില്ല. നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. തട്ടിക്കൊണ്ടേ ഓ ഓ മൈ ഫ്രണ്ട് അടിച്ചോ മുട്ടിക്കൊണ്ടേ ഓ ഓ മൈ ഫ്രണ്ട് ഐ ആം സോ സോറി സിരി മുഖം മൂടി മായ്ച്ചു കള ഓ ഓ മൈ ഫ്രണ്ട് പിടിച്ചോ തട്ടിക്കൊണ്ടേ ഓ ഓ മൈ ഫ്രണ്ട് അടിച്ചോ മുട്ടിക്കൊണ്ടേ ഓ ഓ മൈ ഫ്രണ്ട് ഐ ആം സോ സോറി സിരി മുഖം മൂടി മായ്ച്ചു കള നീ പിണങ്ങല്ലേടാ നീ ഇണങ്ങൂല്ലേടാ നീ ശ്രുതി സംഗീതമാണെന്നുത്തേ സരസമാന വട്ടിയിടും നിന്നെ സഹേലിത്തോടൊപ്പം സംജോന ഇളങ്കാറ്റ് വീശുമ്പോൾ മലരുകൾ മഴമേകും മറുകാറ്റ് വീശുമ്പോൾ മലരുകൾ വാടിയിടും ചിറപറ എന്ന് താളം തുള്ളുമ്പോൾ കളകള കളകളമെന്ന് കൂട്ടായി കൂടാം ഞാൻ എനിക്ക് വേദാന്തം നീയാ ഗീതാ സാരാംശം നീയാ തത്വം സത്യം കൊണ്ട് ഒന്നായെന്ന് ഒന്നായി ചേരുന്നേ എനിക്ക് ആനന്ദം നീയാ എനിക്ക് ആവേശം നീയാ സംഗീതം പിടിച്ചോ തട്ടിക്കൊണ്ടേ ഓ ഓ മൈ ഫ്രണ്ട് അടിച്ചോ മുട്ടിക്കൊണ്ടേ ഓ ഓ മൈ ഫ്രണ്ട് ഐ ആം സോ സോറി സിരി മുഖം മൂടി മായ്ച്ചു കള സൺഡേ മൺഡേ എന്ന് ലോകം മാറുന്നേ രാവും പകലും നിന്നെ എന്തിനു നോക്കാനാ ആദിയും അന്തവും രണ്ടും കൂടുമ്പോൾ മുക്തിയും നീ
അല്ലേ? ഞാനാ, ഋത്തുവാ. ഓർമ്മയില്ല അല്ലേ? ആ, ഹേയ് നീ ചന്തുവാണെങ്കിൽ ഇത് ഡെഫിനറ്റ് ആയിട്ടും ശ്രീ തന്നെ. ഹേയ് ഋതു. എടാ ഋതുവാടാ, നമ്മുടെ പഴയ ക്ലാസ്മേറ്റ്. നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലാവാത്ത രീതിയിൽ സുന്ദരിയായിരിക്കല്ലേ? എത്ര നാളെ നീ എവിടെയായിരുന്നു? SLC കഴിഞ്ഞപ്പോ അച്ഛൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി. അതെ അല്ലേ? എന്നിട്ട് അടുത്ത കാലത്താ ഇവിടേക്ക് ഷിഫ്റ്റ് ആയത്. It's really nice to see you again. Me too. നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്? ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നു. ഇവൻ വലിയ മ്യൂസീഷ്യനാ. ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. കോഫി? 1 കപ്പ് കോഫി? അയ്യോ, എനിക്കൊരു ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ട്. അച്ഛനായിട്ടൊന്ന് പോണായിരുന്നു. ഇനി എപ്പോഴെങ്കിലും നെക്സ്റ്റ് ടൈം. എന്നാലും ഒരു കപ്പ് കോഫി. അവൾക്ക് ഏതോ അർജന്റ് വർക്ക് ഉള്ളതുണ്ടല്ലേ. പോയിക്കോട്ടെ അല്ലേ? ബൈ ബൈ. 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 മോനെ ഷാജഹാനെ, മുംതാസ് അങ്ങ് പോയത് കണ്ടില്ലേ? ഇനി പോയേക്കാം. എന്തിനാ നീ അവളെ പറഞ്ഞു വിട്ട്? മോനെ, ഇല്ലെങ്കിൽ ഈ റോഡിൽ നീ താജ്മഹൽ കെട്ടില്ലായിരുന്നോ? അസൂയപ്പെടാതടി, നിനക്ക് ഞാൻ നല്ലൊരു കലാമണ്ഡലം കെട്ടിത്തരാം. കൊന്നാളെ നിന്നെ ഞാൻ. നടക്ക്. വൈകിട്ട് നേരത്തെ വരണേ അമ്മൻകോവിലിൽ പോണം. ഭാര്യമ്മന്റെ അടുത്ത് ലിസ്റ്റ് അധികമല്ലേ അമ്മേ? അതുകൊണ്ട് ഗണപതി കോവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഹായ്. നീ എന്താ ഇവിടെ? റാക്ക് പുഷ് ചെയ്യാൻ വേണ്ടി വന്നതാ. ബാഡ് ജോക്ക്. ജസ്റ്റ് ബുക്സ് നോക്കാൻ വേണ്ടി വന്നതാ. വെരി ഗുഡ് ഋതു. 9 to 5 ജോബ്, ബുക്സിന് ബുക്സ്, നോളജിന് നോളജ്. നല്ല സാലറി ഉണ്ടല്ലേ? ഈ ഷോപ്പ് ഞങ്ങളുടെതാ. ഓ, നിന്റെ ഡാഡി മിലിറ്ററിയിലായിരുന്നില്ലേ? അതെ, റിട്ടയർ ആയപ്പോഴേ ഈ ഷോപ്പ് ഇട്ടത്. ഇതിന് പകരം ഒരു മ്യൂസിക് ഷോപ്പ് ഇട്ടുണ്ടെങ്കിൽ നന്നായിരുന്നേ. അതെന്തിനാ? അല്ല, ഞാനൊരു വലിയ മ്യൂസീഷ്യനൊക്കെ അല്ലേ, കുറച്ചുകൂടി നേരത്തെ നമ്മൾ കണ്ടുമുട്ടുമായിരുന്നില്ലേ? ഋതു, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ സ്കൂളിൽ ബ്യൂട്ടി കോൺടെസ്റ്റ് കണ്ടക്ട് ചെയ്തത്? അന്ന് നിന്റെ മുഖം സോഡാ കുപ്പി പോലെ ആയിരുന്നെങ്കിലും നീ അന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വിന്നർക്ക് 98 വോട്ട്സ് വന്നപ്പോൾ നിനക്ക് കിട്ടിയത് 2 വോട്ട്സ്. അതിൽ ഒരു വോട്ട് നിനക്ക് ആരാ ചെയ്തതെന്ന് അറിയില്ല. ആ രണ്ടാമത്തെ വോട്ട് ആരാ ചെയ്തതെന്ന് അറിയോ? ഈ ഞാനാ. ഋതു, മിസ് ഇന്ത്യ മുതൽ മദർ ഇന്ത്യ വരെ ഇന്ന് നീ പാർട്ടിസിപ്പേറ്റ് ചെയ്താ വിന്നർ നീ ആയിരിക്കും. ചന്തു, ബുക്സ് ഏതാ വേണ്ടത്? ബുക്സ്? ഋതു 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 ഇതിന്ന് ഒരു ബെസ്റ്റ് ബുക്ക് സെലക്ട് ചെയ്യാമോ? ഐ ഡോണ്ട് നോ. ജനറൽ ആയിട്ടൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, പ്ലീസ്. ഇൻട്രസ്റ്റിംഗ്. സെയിം പിഞ്ച്. ഞാൻ ഇത് തന്നെ ഉദ്ദേശിച്ചിരുന്നേ. ഋതു, ഒരു കോഫി കുടിക്കാം നമുക്ക്? നോ, സോറി. എക്സ്ക്യൂസ് മീ, ഈ കൂട്ടത്തിൽ ഏത് ബുക്കാ ഏറ്റവും നല്ലതെന്നൊന്ന് നോക്കി പറയാമോ? ഇതിലേതെങ്കിലും ഒന്ന് ടച്ച് ചെയ്യൂ. അതെന്താ കുട്ടി, ഇവൾ ഒരു വിരലിൽ കൂടി ടച്ച് ചെയ്യുവാണെങ്കിലോ? ആ ഒരു ബുക്ക് കൂടി കൊടുത്തേനെ. അല്ലാതെ കുട്ടിക്ക് ഇതിൽ ഏത് ബുക്കാ നല്ലതെന്ന് അറിയില്ലേ? അത് ശരി, അപ്പൊ മിനിമം നോളജ് പോലും ഇല്ലല്ലേ? അപ്പൊ കുട്ടിക്ക് പറ്റിയ പണി ഈ ബുക്ക് സ്റ്റോളിലല്ല. വാ മോളെ. അയ്യോ, 9 ബുക്സ് ഉള്ളപ്പോ 9 വിരല് കാണിച്ചു. 11 ബുക്സ് ഉണ്ടായിരുന്നെങ്കിലോ? ഋതു ഋതു ഋതു, ശരിക്കും എന്താ നിന്റെ പ്രോബ്ലം? എല്ലാത്തിനും തന്നെ എങ്ങനെ ഫിംഗർ കാണിക്കുന്നേ? എന്റെ പേഴ്സണൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തമ്മിലില്ലല്ലോ. ഓ, അല്ല പിന്നെ എന്തിനാ വന്നത്? നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. വെളിയില് ഹെൽപ്പേഴ്സ് വാണ്ടഡ് എന്നുള്ള ബോർഡ് വെച്ചിട്ടില്ലേ? നീ ട്രൈ ചെയ്യേണ്ടത് ഇവിടെയല്ല, ഇവിടെയാ. Superb! Mind-blowing! Wow! Excellent!
മാർവലസ്, ഫേബലസ്, ഫാന്റാസ്റ്റിക്. ഇവിടെ നിനക്ക് ജോബ് ഞാൻ തരില്ല. സാർ എനിക്ക് ആവശ്യം ജസ്റ്റ് ഗാനമേളയിലൊക്കെ വായിക്കുന്ന ഒരുത്തനെയാ. നിനക്ക് ഈ ജോബ് തന്ന് നിന്റെ ഫ്യൂച്ചർ ഞാൻ പാഴാക്കില്ല. സാർ എന്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ആലോചിച്ചത്. യെസ്. ഞാൻ സാറിന്റെ ഹോട്ടലിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചു. ഏയ് എന്തായി? അച്ഛനെ ഞാനിനി എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ ചാൻസ് നീ തൊലച്ചോ? ഇനി നിന്റെ കൂടെ ഞാൻ കറങ്ങില്ല. പോടാ. നിന്റെ കയ്യിൽ നിന്ന് എനിക്ക് പോക്കറ്റ് മണി എടുക്കാൻ പറ്റില്ല. Idiot! നിനക്ക് ജോബ് കിട്ടിയല്ലേ? കിട്ടി. താങ്ക്സ് ടു ഋതു. അങ്ങനെ തന്നെ വേണടാ. ചെറുപ്പം മുതലേ നിന്റെ കൂടെ ഉണ്ടായിട്ട് കഷ്ടപ്പാട് എനിക്കും താങ്ക്സ് അവൾക്കും അല്ലേ? ഏയ് കില്ലർ, കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ എനിക്ക് തന്നെ താങ്ക്സ് പറയാനോ? നിന്നോട് പറയുന്നത് അങ്ങനെ തന്നെയാ. ലവ് യുടാ. ഏയ് താങ്ക്സ്. നീ കാരണം എനിക്ക് ജോലി കിട്ടി. കൺഗ്രാറ്റ്സ്. പാർട്ടിക്ക് വിളിക്കാനുള്ള അത്ര റിലേഷൻ നമുക്കിടയിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ഈവനിങ് സെലിബ്രേഷൻസ് റെസ്റ്റോറൻറ്റ് 8 PM. ഐ വിൽ ട്രൈ.